ഉറക്കത്തിലേ അങ്ങോട്ട് മരിച്ചാൽ മതിയായിരുന്നു. അതല്ലെങ്കിൽ ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് അതെങ്ങാനും ഇടിച്ചിട്ട് അറിയാതെ മരിച്ചു പോയാൽ മതിയായിരുന്നു. ഞാനില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഇതിലേറെ സുഖമായിരിക്കും. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാനില്ലെങ്കിലായിരിക്കും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇത്തരം തോട്ട്സ് ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിലോ നിങ്ങളിലോ ഒക്കെ കാണാറില്ലേ? ഇതിനാണ് നമ്മൾ പാസീവ് സൂയിസൈഡ് എന്ന് പറയുന്നത്. പാസീവ് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് അവർക്ക് മരിക്കാനോ തൂങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈയൊക്കെ മുറിക്കാനൊന്നും പ്ലാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ഡിസ്ട്രെസ്സും ഉണ്ട്. എങ്ങനെയെങ്കിലും ഇതൊക്കെ തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്ലാനിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ ഇത് കൃത്യമായിട്ടൊരു റെഡ് ഫ്ലാഗ് ആണ്. നിങ്ങളെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലൊക്കെ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരെ കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ അവർക്ക് തിരിച്ചൊന്നും പറഞ്ഞു കൊടുക്കാനില്ലെങ്കിലും അവരെ അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത്തരം സിംറ്റംസോ അല്ലെങ്കിൽ ഇത്തരം ചിന്താഗതിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാരോ റിലേറ്റീവ്സ് ആരാണോ അവരോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അത് റിസോൾവ് ആവുന്നില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാനും ശ്രമിക്കണം. ഒരുപാട് കാലത്തേക്ക് ഇത് കൊണ്ടു നടക്കുന്നത് ഒരുപാട് ഡിപ്രഷനോ അല്ലെങ്കിൽ മറ്റ് സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സോ സൈക്കോളജിക്കൽ കണ്ടീഷൻസോ ഒക്കെ ഉണ്ടാവാൻ കാരണം